ഈ ഇരട്ട മൈനനെ കണ്ടാൽ ഭയങ്കര ഭാഗ്യമാണെന്നും ഒറ്റ മൈനനെ കണ്ട ഉടനെ കണ്ണടയ്ക്കണമെന്നും പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ആ കഥ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇന്നേ ഒരു ഹെൽത്തി വേർഷൻ ഓഫ് ഈവനിങ് സ്നാക്ക് എന്തുണ്ടാക്കാം എന്നിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് പണ്ട് അമ്മ നമുക്ക് ഈ അരിയുണ്ട ഉണ്ടാക്കി തരുമല്ലോ, എന്നാൽ അതൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ സത്യത്തിൽ എനിക്ക് അരിയുണ്ട ഉണ്ടാക്കാൻ അറിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഗൂഗിൾ ചെയ്ത് നോക്കാം, യൂട്യൂബ് ഉണ്ടല്ലോ. അങ്ങനെ യൂട്യൂബിൽ നോക്കി വന്നപ്പോൾ മനസ്സിലായി അരി ഇട്ടിട്ടാണിത് ചെയ്യുക. അപ്പം അരി മാത്രം ആക്കണം എന്തിനാ, എന്നാൽ പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വേറെ 2-3 സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാലോ, ഒരു ന്യൂട്രീഷൻ ബോൾ പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ തേങ്ങയാണ് കേട്ടോ ഈ വറുക്കുന്നത്. തേങ്ങ സത്യത്തിൽ അരി കൊണ്ട് ഉണ്ടാക്കാൻ ഇടുമോ നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല കേട്ടോ തേങ്ങ ഇടുമെന്ന്. പക്ഷെ ഞാൻ എന്തായാലും കുറച്ച് തേങ്ങ എടുത്ത് വറുത്തു. പിന്നെ കുറച്ച് ആമണ്ട് ഉണ്ടായിരുന്നു, അതെടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റോസ്റ്റ് ചെയ്തു, ഓയിലൊന്നും ഇടണ്ട കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ സൈഡിൽ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സെസമേ സീഡ് ഉണ്ടായിരുന്നു, അത് എടുത്ത് റോസ്റ്റ് ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ക്യാരറ്റാണ്, ക്യാരറ്റ് ഉപ്പേരി, ഫിഷ് ഫ്രൈയും പിന്നെ മോരുകറി ഇരിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ മെനു. അപ്പോൾ അത് ഞാനിങ്ങനെ സൈഡിൽ സൈമൾട്ടേനിയസ്ലി രണ്ടും കൂടെ ചെയ്യാൻ നോക്കണേ. ഇപ്പോൾ 3-4 അടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് സുഖമല്ലേ, കുക്കിങ് ഫാസ്റ്റായിട്ട് കഴിയും. പക്ഷെ 4 അടുപ്പുണ്ടായിട്ട് കാര്യമില്ല കേട്ടോ, കൈ 2 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 അടുപ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടുള്ളവർക്ക് ചിലപ്പോൾ 4 ഒരുമിച്ച് നോക്കാൻ പറ്റും. പക്ഷെ ഞാൻ 2 തന്നെ അവിടെ ഇളക്കി ഇവിടെ വരുമ്പോഴത്തേക്കും മറ്റത് ചിലപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ ഏകദേശം റെഡിയായി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പൊടിയേരി കഴുകി വെള്ളം മാറാൻ വെച്ചിട്ടുണ്ടേ. അത് നമ്മൾ ചട്ടിയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് നല്ല ഒരെണ്ണം നമ്മളെടുത്ത് കടിച്ചു നോക്കുമ്പോണ്ടല്ലോ നല്ല കറുമുറ എന്നിരിക്കണം. അതുവരെ നല്ല ബ്രൗൺ കളറാകും, അതുവരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഏകദേശം ഈ ഒരു പാകെത്തുമ്പോഴത്തേക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കിയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ സീഡില്ലേ അതും കൂടെ എടുത്ത് റോസ്റ്റ് ചെയ്തു. സൺഫ്ലവർ സീഡൊക്കെ കുറച്ച് നേരം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരും. ഒരു ചെറിയൊരു ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അരിയുടെ അത്രയും ടൈമൊന്നും അത് എടുക്കില്ല. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഫ്ലാക്സ് സീഡും ചിയ സീഡും അറിയാത്ത മലയാളികൾ ഇപ്പം ഇല്ല. കാരണം എല്ലാവരും ഇതെല്ലാം വെള്ളത്തിയിട്ട് കുടിക്കലും സാൻഡ്വിച്ചിലിടലും ഒക്കെയാണ്. അപ്പോൾ ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലാക്സ് സീഡാണ്, അതൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട്. ഫ്ലാക്സ് സീഡ് നമ്മൾ ചട്ടിയിലിട്ട് കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടാൻ തുടങ്ങും കേട്ടോ. കടുക് പൊട്ടുന്ന പോലെ ടപ്പ് 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 എന്ന് പറഞ്ഞിട്ട് പൊട്ടാൻ തുടങ്ങും. അങ്ങനെ അത് കുറച്ച് നേരം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴാണ് അത് ഏകദേശം റോസ്റ്റായി എന്ന് മനസ്സിലാവുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. എനിക്കറിയില്ല ആക്ച്വലി ഇതിനെപ്പറ്റി. കണ്ടോ പൊട്ടുന്നുണ്ടോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ബ്രൗൺ ആണല്ലോ. അപ്പോൾ ഇത് റോസ്റ്റ് ആയാലേ ബ്രൗൺ ആവുന്നത് എങ്ങനെയാണ് നമ്മൾ അറിയുക. അപ്പം അതുകൊണ്ട് ഞാനിതിങ്ങനെ പൊട്ടുന്ന കണ്ടപ്പോൾ മറ്റേ സീഡുകളൊന്നും പൊട്ടണ കണ്ടിട്ടില്ല. ഇതാണ് ഇങ്ങനെ കടുക് പൊട്ടുന്ന പോലെ പൊട്ടുന്ന കണ്ടത്. അപ്പോൾ കുറച്ച് നേരം ഇട്ട് പൊട്ടിച്ചിട്ട് ഞാൻ എടുത്തു. അതാണ് ഞാനപ്പോൾ അത് റോസ്റ്റ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന നട്ട്സും സീഡ്സൊക്കെ റോസ്റ്റ് ആയോ എന്ന് നോക്കി കുറച്ചെടുത്ത് തിന്നിട്ടോ. അത് പകുതി മുക്കാലോളം ഞാൻ തന്നെ തിന്ന് തീർക്കും. അങ്ങനെ ഫ്ലാക്സ് സീഡും റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടി ചൂടാറിയിട്ട് കേട്ടോ, ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ഇത് പൊടിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഈ സീഡിൽ നിന്നൊക്കെ കുറച്ച് ഓയിൽ ഇറങ്ങിയിട്ട് അതൊരു വെറ്റ്നെസ് അതിന് വരും കേട്ടോ. അപ്പം നമുക്ക് ബോളാക്കാനൊക്കെ കുറച്ച് എളുപ്പമാണ്. ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലായില്ലേ? അരിയുണ്ട്, വറുത്ത തേങ്ങയുണ്ട്, ആമണ്ട് ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, ദെൻ സെസമേ സീഡ് ഉണ്ട്. ആ സെസമേ സീഡ് വറുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നോ? അയ്യോ മിസ്സായെങ്കിൽ സോറി കേട്ടോ, അതും കൂടി ഇടണം. ദെൻ ഫ്ലാക്സ് സീഡ്, പിന്നെന്താ സൺഫ്ലവർ സീഡ്, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ വേറെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എനർജി ബോൾ ഉണ്ടാക്കുമല്ലോ, അത് ഞാൻ ചെയ്യാറുണ്ട്. അതിൽ പക്ഷേ അരി ഇടാറില്ല. അരി ഇടാതെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ബാക്കി നട്ട്സും അതേപോലെ സീഡ്സൊക്കെ ഇട്ടിട്ട് എനർജി ബോൾ ഉണ്ടാക്കും. അപ്പോൾ അതുമൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഇനി ഞാൻ കുറച്ച് സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട്, വെറുതെ ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് ശർക്കരപ്പാനി ആണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ.
ആഫ്റ്റർ ദാറ്റ് ഒന്നുമില്ല, കുറച്ച് ബട്ടർ എടുത്ത് കയ്യിൽ സ്പ്രെഡ് ചെയ്യുക, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ബട്ടർ ഒന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ബോളാക്കി വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരുപാട് ദിവസം ഇത് ലാസ്റ്റ് ചെയ്യും കേട്ടോ. പക്ഷേ കേടായി ഒന്നും പോവില്ല, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത്ര ദിവസം അങ്ങനെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തീർന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. അത് ഉണ്ടാക്കാൻ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്ന് മാത്രം. എസ്പെഷ്യലി ഈ അരിയൊക്കെ വറുത്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതേപോലെ ഓരോ സാധനങ്ങളും നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കണ്ടേ. അതുകൊണ്ട് ഈ ഷോൾഡർ പെയിന് അതേപോലെ കൈവേദനയൊക്കെ പെട്ടെന്ന് വരും. കൈയുടെ കാര്യത്തിൽ ഏകദേശം ഒന്ന് തീരുമാനമാകും. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ലാസ്റ്റ് ചെയ്യുമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് മന്ത്ലി വൺസ് ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. എനർജി ബോളും ഇത് അതേപോലെ അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ ഇതേപോലുള്ള സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ബോക്സിലാക്കി വെച്ചു കേട്ടോ. ലുക്കൊക്കെ ഉണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോന്ന് നേരെ വന്നിട്ടൊന്ന് ചോദിച്ചു നോക്കാം. എള്ളുണ്ട പോലെ ഉണ്ട് അല്ലേ? എന്താ 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 അങ്ങനെ കഴിച്ചു നോക്കിയത്? കഴിച്ചു നോക്കിയത് പറയാൻ വേണ്ടിട്ട് സൂപ്പർ. ഇഷ്ടായോ? ഇതിലെന്തത്? അതില് ആമണ്ട്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, റൈസ്, ന്യൂട്രീഷൻ ബോൾ. Like it? Yeah. How is it sweet? You put jacket? Yeah. It is good. One ball you can intake each day. Yeah. Can I eat 4? It's so yummy. Yummy? Super. Okay. Bye. ഫ്രണ്ട്സിനൊക്കെ കൊടുക്കല്ലേ? Bye. ലിയാന സൈനപ്പിനൊക്കെ കൊടുക്ക. ബൈ ബൈ. Bye. ഹെൽത്തി വേർഷൻ ഓഫ് നമ്മുടെ അരിയുണ്ട്. അത് ഹിറ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും, കാരണം സ്വീറ്റ് ആണല്ലോ. ആ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് സോൾട്ടും കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. ആ ബോളം ഇടിക്കുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടാൽ മതി. എൻ്റെ ഗപ്പീസിലൊക്കെ നിറയെ ബേബീസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ക്ലൈമറ്റൊക്കെ മാറിയത് കാരണേ ഇപ്പം ചെടികളും ഒക്കെ നല്ല ഹാപ്പിയാണ്. പൂക്കളൊക്കെ വരാൻ തുടങ്ങി. നമുക്കാണെങ്കിലും പുറത്തിറങ്ങി നടക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും നല്ല ക്ലൈമറ്റാണ്. ഈ കുരുവിനെ കണ്ടപ്പോഴാണ് നമ്മുടെ ഒറ്റമൈനയുടെ കഥ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത്. അതായത് നമ്മളുടെ ഈ ഇരട്ട മൈന സിംബിളൈസ് ചെയ്യുന്നത് അൺഡൈയിങ് ലവ്, അതായത് മരണമില്ലാത്ത പ്രണയം, അതിനെയാണ്. അപ്പോൾ ഒറ്റമൈന എന്ന് പറയുമ്പോൾ അത് ലോൺലിനെസ് ആണല്ലോ. അതുകൊണ്ടാണ് അതൊക്കെ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫാണ് കേട്ടോ. ഈ ഒറ്റമൈനനെ കാണല്ലേ, കാരണം നമുക്ക് ഒറ്റപ്പെടലാവും, ലോൺലിനെസ് ആവും എന്നാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച് മനസ്സുകൊണ്ട് അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ പറയുന്നു എന്ന് മാത്രം. ആരും പേടിക്കേണ്ട, എൻ്റെ ഈ വീഡിയോയിൽ കാണുന്നത് കുരുവിയാണ്, പെയറായിട്ടിരിക്കുന്നതാണ് മൈന. അപ്പോൾ ബാക്കിയുള്ള ബേർഡ്സിനൊന്നും ഈ പറഞ്ഞ പ്രണയവും ലോൺലിനെസ്സും ഒന്നും ഇല്ലേ? ആർക്കറിയാലേ. എന്തായാലും ലോൺലിനെസ് എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ആർക്കും അത് ഉണ്ടാവാതെ ഇരിക്കട്ടെ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മലൈക്കാസ്.